അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തകർത്ത് സുരക്ഷാസേന. ജമ്മുവിലെ ബിഷ്ണ മേഖലയിൽ നിന്ന് 2 കിലോഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്ത മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ 12 കോടി രൂപ വില വരും. ഡ്രോൺ വഴി അതിർത്തി കടത്തി കൃഷിയിടത്തിൽ നിക്ഷേപിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് നന്ദഗോപൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. നന്ദഗോപൻ, എങ്ങനെയാണ് ഈ സുരക്ഷാ സേന ഈ ലഹരിക്കടത്ത് തകർത്തത്? എങ്ങനെയാണ് ഈ കൃഷിയിടത്തിൽ ഇത് നിക്ഷേപിച്ചത് കണ്ടെത്തിയത്? എന്താണ് വിശദാംശങ്ങൾ? അൽനബിയാർ, പാകിസ്ഥാനാണ് ഡ്രോൺ വഴി അതിർത്തി കടത്തിവിട്ടത് ഈ വൻ ഹെറോയിൻ ശേഖരം. സുരക്ഷാ സേനയാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. ജമ്മു ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള ബഹദാർപൂർ എന്നുള്ള ഗ്രാമത്തിലെ ഒരു കൃഷിയിടത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 2 കിലോയോളം തൂക്കം വരുന്ന ഹെറോയിൻ ശേഖരമാണ് പിടികൂടിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ഏതാണ്ട് 12 കോടി രൂപയോളം ഇതിന് വില മതിക്കുമെന്നുള്ളതാണ് കണക്കാക്കിയിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി വൈകി കൃഷിയിടത്തിൽ സംശയാസ്പദമായ ഒരു ബാഗ് കണ്ട നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഈ ബാഗിനോടൊപ്പം വലിയൊരു കയറും ഹുക്കും ഘടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഡ്രോണിൽ നിന്നും താഴേക്കിടാൻ ഉപയോഗിച്ചിരുന്ന കയറും ഹുക്കുമായിരുന്നു ഇതെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജമ്മു പോലീസും BSFന്റെ 101 ബറ്റാലിയനും സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഈ പിടിച്ചെടുത്തത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്പ്യാർ, അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് തകർത്ത് സുരക്ഷാ സേന. ജമ്മുവിലെ ബിഷ്ണ മേഖലയിൽ നിന്ന് 2 കിലോഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്ത മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ 12 കോടി രൂപ വില വരും. ഡ്രോൺ വഴി അതിർത്തി കടത്തി കൃഷിയിടത്തിൽ നിക്ഷേപിച്ച നിലയിലായിരുന്നു ലഹരി മരുന്ന്. നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.